കഴിഞ്ഞ 70 വർഷക്കാലമായി ഒരു സലേഷ്യൻ മിഷണറിയായി ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്തുവിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന 100 വയസ്സിലേക്ക് ഈ 2024 മെയ് മാസം പ്രവേശിക്കുന്ന വന്ധ്യവയോധികനായ ഒരു സലേഷ്യൻ മിഷണറി വൈദികനായ റവറൻഡ് ഫാദർ മാത്യു പുളിങ്ങാത്തിൽ SDB സീനിയറിനൊപ്പമാണ് ഇന്ന് ഷെയ്ക്കൻ അനൂസ് ഉള്ളത്. അച്ഛൻ്റെ മിഷൻ പ്രചോദനം, മിഷൻ മേഖലയിലെ അനുഭവങ്ങൾ എന്നിവയെക്കുറിച്ച് അച്ഛൻ നമ്മളോട് വിശദീകരിക്കും. ഏറെ സ്നേഹമുള്ള മാത്യു അച്ഛ, ഏത് വർഷമാണ് ഈ സലേഷ്യൻ മിഷണറിയായി അങ്ങ് കേരളത്തിൽ നിന്ന് പോയതെന്ന് ഓർക്കുന്നുണ്ട്. ഞാൻ ചെറുപ്പകാലം മുതലേ ഒരു മിഷണറി ആകണമെന്നും ഒരു സന്യാസ ജീവിതം നയിക്കണമെന്നൊരു ആഗ്രഹം മനസ്സുണ്ടായി. അത് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. ചെറുപ്പം മുതലേ വിദേശിച്ചാൽ ഇവിടെ വീട്ടിൽ നിന്ന് കിഴക്കോട്ട് നോക്കിയാൽ വനം പ്രദേശങ്ങൾ കണ്ടു. അപ്പോൾ അവിടെ ഏതോ ഒരു മലയിൽ പോയി തപസ് ചെയ്തിരിക്കുന്നൊരു ആഗ്രഹം തോന്നി. അമേഞ്ഞൂർ പുതിയ ജാക്കബൈ സ്കൂളിൽ പഠിക്കുകയായിരുന്നു. അങ്ങനെ ഒരച്ഛൻ വന്നു, മിഷനെപ്പറ്റി പറഞ്ഞു. പിള്ളേരെ എടുക്കുന്നുള്ളതൊക്കെ എൻ്റെ അനിയൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ മനസ്സിൽ ഒരു നിശ്ചയമായ ആശയം വന്നു, വടക്കേ ഇന്ത്യയിലേക്ക് പോകണമെന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് പോകണമെന്ന് അറിയത്തില്ലായിരുന്നു. ഒടുവിൽ എൻ്റെ അനിയൻ പറഞ്ഞു, ഇങ്ങനെ അവിടെ അച്ഛൻ വന്ന് 2 പിള്ളേരെ കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അവരുടെ അഡ്രസ്സ് ഒന്ന് വാങ്ങിക്കാമോ എന്ന് ചോദിച്ചു. ആ അഡ്രസ്സ് കിട്ടി. ഞാൻ ഈ അച്ഛന് യൂറോപ്യൻ അച്ഛനായിരുന്നു, സ്പെയിനിൽ നിന്ന് പറഞ്ഞ ഒരു അച്ഛൻ. അദ്ദേഹത്തിന് മലയാളം അറിയത്തില്ല, എനിക്ക് ഇംഗ്ലീഷും അറിയത്തില്ല. അതുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ എഴുതാനായിട്ട് ഞാൻ എൻ്റെ കൂടെ പഠിച്ചിരുന്ന വേറൊരു കുട്ടി, അപ്പോൾ ഹൈസ്കൂളിലായിരുന്നു. ആ കുട്ടി മാറത്തളം MO ഔസേപ്പ് എന്ന പേര് പറയുന്ന ആളോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ എഴുതാൻ പറഞ്ഞു. അങ്ങനെ അത് എഴുതി ഞാൻ പറഞ്ഞു കൊടുത്ത അഡ്രസ്സിൽ അയച്ചു കൊടുത്തു. ഉടനെ മറുപടി വന്നു, 6ാം ക്ലാസ് 7ാം ക്ലാസ് ആയിട്ടുള്ളല്ലോ, അതുകൊണ്ട് ഒരു ബ്രദറാകാൻ ഇഷ്ടമാണെങ്കിൽ വരാൻ പറഞ്ഞു. ബ്രദറോ ഫാദറോ എന്നുള്ള വ്യത്യാസം എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ഉടനെ ആ ആളിനെ കൊണ്ട് മറുപടി അറിയിച്ചു, തയ്യാറാണെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഒരു മറുപടി വീണ്ടും വന്നു. അങ്ങനെയാണെങ്കിൽ ഈ എഴുത്തും കൊണ്ട് തിരുപ്പത്തൂർ ഡോൺ ബോസ്കോ സെക്രട്ടേറിയറ്റ് ഡോൺ ബോസ്കോ അവിടെ പോയി അവിടുത്തെ മേലധികാരി കൊടുക്കാൻ പറഞ്ഞു. വളരെ സമയം കടന്നുപോയി. അച്ഛൻ്റെ ദൈവവിളിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്, അത് വളർത്തപ്പെട്ടത് എങ്ങനെയാണ് സാർ? ഞാനിവിടെ ചെറുപ്പത്തിൽ തന്നെ അനുഭവിച്ച ചില കാര്യങ്ങളാണ്. എന്നും രാവിലെ തയ്യാറാക്കി വല്യപ്പൻ്റെ കൂടെ പള്ളി പോകുക പതിവായിരുന്നു കുർബാന കാണാൻ. ഞാൻ കൂടെ പോരട്ടെ എന്ന് ചോദിച്ചു. 5-6 വയസ്സ് കാണുമായിരിക്കാം. പോരാൻ പറഞ്ഞു. ഞാനും ചായൻ്റെ കൂടെ ഓടി പുറകെ പോയി എല്ലാ ദിവസവും പള്ളി പോകുമായിരുന്നു. ചായനും വല്യപ്പനും കുർബാന കണ്ടു, കുർബാന കൈക്കൊണ്ടിരുന്നു. 7 വയസ്സായപ്പോൾ എന്നെ കുംസാരിപ്പിക്കാൻ പഠിപ്പിച്ചു, കുർബാന കേൾക്കാൻ പഠിപ്പിച്ച ഒരു ശനിയാഴ്ച അച്ഛൻ്റെ അടുത്ത് കുംസാരിച്ച ശേഷം പറഞ്ഞു, ഇവനെ ആദ്യം കുംസാരം കഴിഞ്ഞു. അവിടെ ചെന്ന് കുംസാരിച്ചു. അന്ന് മുതൽ ഞാനും കുർബാന കൈക്കൊള്ളാൻ തുടങ്ങി. ദിവസം പോയിക്കൊണ്ടിരുന്നു. തിരിച്ചു വന്ന് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയൻ തൊമ്മച്ചൻ പറഞ്ഞു, ഞാനും പള്ളിയിൽ പോയിരുന്നു. പുള്ളി സ്കൂളിൽ പോകുന്നു. അതുപോലെ തൊമ്മച്ചനും സമയമായപ്പോൾ 7 വയസ്സായപ്പോൾ കുംസാരിച്ച് കുർബാനയൊക്കെ. ഞങ്ങൾ 2 പേരും ചാച്ചനും വലിയ കുർബാനയൊക്കെ ഉള്ളതായിരുന്നു. കുർബാന അച്ഛൻ പറഞ്ഞു, നിങ്ങൾ സ്കൂളിൽ പോകുന്നില്ലേ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ശനിയാഴ്ച വന്നാൽ മതി. ശനിയാഴ്ച ക്ലാസ്സില്ലല്ലോ. അല്ലല്ലോ, ഞങ്ങൾക്ക് എന്നും വരാനാണ് ഇഷ്ടം. വന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 പേരും വലിയപ്പൻ മരിച്ച ശേഷവും ചാച്ചൻ്റെ കൂടെ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ്
ഈ അച്ഛൻ്റെ കുർബാന ചെല്ലുന്ന വിധമൊക്കെ കണ്ട് കുർബാന എഴുന്നേൽച്ചപ്പോൾ അച്ഛൻ്റെ മുഖത്ത് രാജശേഖരൻ എനിക്കൊരു അച്ഛനായ കൊണ്ടായിരുന്നു വലിയൊരു ആഗ്രഹം തോന്നി. ചെറുപ്പം മുതലേ ഒരാശയം ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ, ഒരു മിഷണറി ആകണം, വൈദികനാകണം എന്നുള്ളത്. അങ്ങനെ ഇന്ന് സമയം മുന്നോട്ട് പോയി 7ാം ക്ലാസ് പാസ്സായി. അങ്ങനെ ഇപ്പോഴാണ് മദ്രാസിൽ നിന്ന് ഒരച്ഛൻ വന്നു, പ്രൊവിൻഷ്യൽ അച്ഛൻ. എൻ്റെ അനിയൻ എന്നാൽ ആ സമയത്ത് കിടങ്ങൂർ പഠിക്കുന്നുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, ഇങ്ങനെ 2 പേര് പോയിട്ടുണ്ട്, ഞാൻ അഡ്രസ്സ് ഒന്ന് വാങ്ങിച്ചു തരാൻ പറഞ്ഞു. ആ അഡ്രസ്സ് വാങ്ങിച്ചു കൊണ്ടുവന്ന് തന്നു. ഞാൻ ഉടനെ ഈ അച്ഛൻ എഴുതി, എനിക്കിങ്ങനെ ചേരാൻ ആഗ്രഹമുണ്ട്, വരാൻ ആഗ്രഹമുണ്ട്. അപ്പോഴേ അച്ഛൻ്റെ മറുപടി വന്നു, ഒരു ബ്രദറാകാൻ ഇഷ്ടമുണ്ടെങ്കിൽ വരാമെന്ന് പറഞ്ഞു. ഞാൻ അവനോട് പറഞ്ഞു, എഴുതാൻ പറഞ്ഞു, ബ്രദറാകാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ബ്രദറും ഫാദറും തമ്മിലുള്ള വ്യത്യാസമൊന്നും മനസ്സിലാക്കിയില്ല. പുള്ളി ഉടനെ എഴുതി എന്നാൽ വരാൻ പറഞ്ഞു, തിരുപ്പത്തൂരിലേക്ക് വരാൻ പറഞ്ഞ് അഡ്രസ്സും കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് ഇനിയിപ്പം എങ്ങനെയാണ് പോകുന്നതിനെപ്പറ്റി ചിന്തിച്ച് ചാച്ചനോട് പറഞ്ഞു. ചാച്ചനൊന്നും പറ്റിയില്ല. പള്ളിയിലെ 2ാം കുർബാനയും കഴിഞ്ഞ് വേദപാഠ ക്ലാസ്സും കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം ചാച്ചനും വലിയ പാപ്പന്മാരും ഉണ്ട്, 2 ചാച്ചൻ്റെ ചേട്ടന്മാർ. അവർ എന്നെപ്പറ്റി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവരെ കാണാതെ അപ്പോൾ വന്ന് കയറി വന്ന് കേട്ടു ഇവർ പറയുന്നത് എന്താണെന്ന്. ഞാൻ പറഞ്ഞു, അവിടെ മിഷന് പോകേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് ഇവിടെ അച്ഛനാകാമല്ലോ, വടക്കല മത്തായ അച്ഛനുണ്ട്, മങ്ങാമാക്കൽ അച്ഛനുണ്ട്, അതൊക്കെ പറഞ്ഞു തരുന്നു. എന്നാലും ഞാൻ വന്നെന്ന് അമ്മച്ചി പറഞ്ഞ് കേൾപ്പിച്ചു. ഉടനെ എന്നെ വിളിച്ചു, ഇതേപ്പറ്റി ചോദിച്ചു. ഞാൻ വിസ്തരിച്ച് പറഞ്ഞു. എന്നാൽ അവർ പറഞ്ഞത് ഞാൻ കേട്ടു. അങ്ങനെയാണെങ്കിൽ അവന് കിട്ടിയ എഴുത്ത് വാങ്ങിച്ച് കീറിക്കളഞ്ഞാൽ പ്രശ്നം തീരും. അത് എന്നെ കാണുന്നതിന് മുമ്പ് അവർ പറഞ്ഞത് ഞാൻ കേട്ടു. നിനക്ക് എഴുത്ത് കിട്ടിയെന്ന് പറഞ്ഞു. അതെ, ഞാൻ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. മനസ്സിലായി അവർക്ക് കീറിക്കളയാനായിട്ടാണെന്ന്. അവിടെ ഞാൻ വന്ന് ഒളിച്ചു വെച്ചിട്ട് പറഞ്ഞു, വളരെ ദുഃഖം നടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ എഴുത്ത് കാണുന്നില്ലെന്ന് പറഞ്ഞു. മമ്മ പറഞ്ഞു, എന്നാൽ അങ്ങനെ പ്രശ്നം തീർന്നു പറഞ്ഞു. അവർ പോവുകയും ചെയ്തു. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് ചിന്തിച്ചു. ഞാനും എൻ്റെ അനിയൻ തൊമ്മച്ചൻ ഇവിടെ ഞങ്ങൾ പറഞ്ഞു. ഇനി എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ വന്നു, അവധിക്ക് വന്നു. ഇതിനിടയ്ക്ക് ഇന്ന് എന്നാ ഞാൻ പറഞ്ഞ അന്വേഷിച്ചറിയുക ഏത് ദിവസമാണ് പോകുന്നതെന്ന്. എന്നിട്ട് ഞാൻ അവരുടെ കൂടി ഓടി പോവുക തീരുമാനിച്ചു. അന്നേരം തീയതി കാണിച്ചു, പറഞ്ഞു. അത് ഉടനെ ഞാൻ ഇവിടെ അമ്മച്ചിയോട് പറഞ്ഞു, ഞാൻ ഒരു കൂട്ടുകാരൻ ആശുപത്രിയിലായിരുന്നു കോട്ടയത്ത്, ഞാൻ അങ്ങനെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞു ഇറങ്ങി. ഞാനും തോമച്ചനും കൂടെ ഇറങ്ങി ഇവൻ്റെ വീട്ടിൽ ചെന്നു. നാളെ രാവിലെ പോകാനായിട്ട് പറഞ്ഞു. അന്നേരം പറഞ്ഞു, നാളെ അല്ല, നാളെ കഴിഞ്ഞാണെന്ന് പറഞ്ഞു. അവിടെ വേണ്ടി തിരിച്ചു പോന്നു. രൂപായും പെട്ടി വെച്ചേച്ച് ഒന്നും പറഞ്ഞിരുന്നു. ഞാൻ തീരുമാനിച്ചു, ഇനി ഞാൻ ഏതായാലും ചായൻ്റെ പെർമിഷൻ വാങ്ങിച്ചുകൊണ്ടേ പോകുന്നുള്ളൂ എന്ന് തീരുമാനിച്ചു. പിറ്റേ ദിവസം പോകണം. ആ ദിവസം മുഴുവൻ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ വൈകുന്നേരത്ത് എൻ്റെ അനിയൻ തൊമ്മച്ചും പറഞ്ഞു, ചായൻ ഇതേ വരുന്നുണ്ടോ. ഞാൻ അവിടെ നിന്ന് ഓടി വന്ന് ഈ കിണറ്റിൽ വെച്ച് കണ്ടുപിടിച്ചു. പറഞ്ഞു, എനിക്ക് മിഷന് പോകണം, ഞാൻ തീർച്ചയായിട്ടും പോകണം. എൻ്റെ കടലാസ് നട്ടപ്പോൾ ഞാൻ കണ്ടുപിടിച്ചു അവരുണ്ട്. നാളെ പുന്നത്രയെന്ന് 2 പിള്ളേർ പോകുന്നുണ്ട്, അവരോട് പോകണം, ഞാൻ ഇപ്പം പോകണം എന്ന് പറഞ്ഞു. ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. എന്താ പറയുന്നത് എന്നോട് പറഞ്ഞു, നീ വിളിക്കുകയാണെങ്കിൽ പോയിക്കോളാൻ പറഞ്ഞു. പുന്നത്ര ചെന്ന് അവിടെ താമസിച്ച് പിറ്റേ ദിവസം രാവിലെ അവിടുത്തെ ഒരു കുട്ടിയുടെ അച്ഛൻ അവിടുത്തെ പുന്നത്ര സ്കൂളിലെ അധ്യാപകനാണ്. അവർ ഞങ്ങളെ കൊണ്ടുപോയി ഏറ്റുമാനൂർ കവലയിൽ ചെന്ന് കോട്ടയത്ത് നിന്ന് പോകുന്ന ബസ് വന്നു. നേരത്തെ അവർക്ക് 2 പേർക്കും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സീറ്റ് എനിക്കും കിട്ടി. ഞാനും കയറി ആലുവായി ചെന്നു. നേരത്തെ അവിടെ വേറെ പല കുട്ടികളും അവധി കഴിഞ്ഞ് പോകുന്നതിന് അവിടെ ഞങ്ങൾ ഒന്നിച്ച് ചെറുപ്പത്തൂർ. അങ്ങനെയാണ് എനിക്ക് സാധിച്ചത്. അച്ഛന് ഈ സലേഷ്യൻ വൈദികനായിട്ട്
അവിടെ ഏതൊക്കെ പദവികളിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് ഒന്നോർത്തെടുക്കാമോ? വൈദികനായ ശേഷം വൈദികനാകാൻ പഠിക്കുന്ന ആ കോളേജിൽ തന്നെ ഞാൻ 4 കൊല്ലം പഠിപ്പിക്കുകയും അച്ഛന്മാരാകുന്ന ബ്രദർമാരുടെ കൂടെ നിൽക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് അത് 1962 അത് കഴിഞ്ഞ് 66 അവിടെ അടുത്തുള്ള മൈനർ സെമിനാരിയുടെ റെക്ടറായി നിയമിച്ചു. അതിനുശേഷം 6-ാം വർഷം റോമിൽ നിന്ന് ഒരച്ഛൻ വന്നു ഒരു പ്രത്യേക മീറ്റിങ്ങിനായിട്ട്. ആ അവസരത്തിൽ എന്നെ വിളിച്ചു പറഞ്ഞു, നിന്നെ ഗുവാഹത്തി പ്രോവിൻസിൻ്റെ പ്രൊവിൻഷ്യലായി നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. 72 ഞാൻ പ്രൊവിൻഷ്യലായത്. 78 ഞാൻ സ്ഥാനം വെക്കേഷൻ ചെയ്തു. 6 കൊല്ലം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ റോമിൽ പോയി ഒരു കോഴ്സ് നടത്തി തിരിച്ചു വന്ന് ഷില്ലോങ്ങിലെ തിയോളജിക്കൽ കോളേജിൻ്റെ റെക്ടറായി. 72 മുതൽ 78 വരെ ഞാൻ പ്രൊവിൻഷ്യലായിരുന്നു. 78 മുതൽ 82 വരെ റെക്ടറായി കോളേജിലിരുന്നു. ഗംപൂർ പ്രോവിൻസിൻ്റെ പ്രൊവിൻഷ്യലായി നിയമിക്കപ്പെട്ടു. അച്ഛാ, ഈ പ്രൊവിൻഷ്യലായിട്ട് ദിമാപൂർ ചെന്നു. ഒരു വലിയ ഏരിയ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ആ മേഖലയിലെ പ്രവർത്തനങ്ങൾ ഒന്ന് ഓർത്തെടുക്കാമോ? ആദ്യമേ തന്നെ പ്രൊവിൻഷ്യൽ ഹൗസ് പൂർത്തിയാക്കണം. അത് ഗുവാഹത്തി പ്രോവിൻസിൻ്റെ ഉത്തരവാദിത്വമായതുകൊണ്ട് അവരോട് നിർബന്ധിക്കാൻ വേഗം തീർക്കാനായിട്ട്. അതിന് ശേഷം ഞങ്ങൾ ഇത് തീരുമാനിച്ചു. വേറെ സ്ഥാപനങ്ങളൊന്നുമില്ല. പ്രൊവിൻഷ്യൽസ് കഴിഞ്ഞ് ഞങ്ങൾക്ക് കുട്ടികളെ സഭയിൽ ചേർക്കാനുള്ള സ്ഥാപനങ്ങൾ വേണം. അതിനായിട്ട് ഹൈസ്കൂൾ മുതൽ +2 വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള സ്ഥലം വേണം. പിന്നെ പറഞ്ഞപ്പ് കഴിഞ്ഞാൽ പഠിപ്പിക്കാനുള്ള ഫിലോസഫി പഠിപ്പിക്കാനും BA പഠിപ്പിക്കാനുള്ള ഒരു കോളേജ് വേണം. പിന്നെ പിള്ളേരെ എടുത്ത് നിർത്താനുള്ള 1-2 സ്ഥലം വേണം. അതൊക്കെ നോക്കി പിന്നെ കഴിയുന്നിടത്തോളം വേഗം ഈ ഓരോരോ സെൻറ്ററും ശക്തിപ്പെടുത്തണം എന്ന് തീരുമാനിച്ചു. അതൊക്കെ തീരുമാനിച്ച് ഞാൻ എല്ലാവരോടും അറിയിച്ചു, നിങ്ങളെല്ലാവരും കണ്ണു തുറന്ന് നോക്കുക, എവിടെ എല്ലാം ചെയ്യാൻ സൗകര്യമുണ്ട് എന്ന്. ഞാൻ അതിലേക്ക് വരുമ്പം അത് ചൂണ്ടിക്കാണിക്കാമെന്ന് പറഞ്ഞു. അച്ഛന് സ്കൂളുകളിൽ പഠിപ്പിച്ചവർ, പിന്നീട് മൈനർ സെമിനാരിയിലും മേജർ സെമിനാരിയിലും ഒക്കെ പഠിപ്പിച്ച നിരവധി പേര് പുരോഹിതരായി. അതിൽ തന്നെ ഏറെ പേര് മെത്രാന്മാരായി. അങ്ങനെ നിരവധി ശുശ്രൂഷ പദവികളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അച്ഛന് അവരെയൊക്കെ ഓർത്തെടുക്കാമോ? എൻ്റെ കാഴ്ചപ്പാട് പറഞ്ഞാൽ ഇപ്പം സഭയിൽ ചേരുകയാണെങ്കിൽ അതിൽ വിശ്വസ്തപൂർവ്വം ജീവിച്ച് പുണ്യപരമായ ജീവിതം നയിച്ച് മഹാത്മാക്കളെ രക്ഷിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവർ പഠിപ്പിച്ചതിൽ ആദ്യമായിട്ട് വന്നത് ഒന്ന് ബിഷപ്പ് മത്തായി, രണ്ടാമത് തെസ്പൂരിലെ ബിഷപ്പ് റോബർട്ട് കർക്കേട്ട. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച ആദിവാസിയാണ്. അങ്ങനെ ടൈം തീർന്ന് സ്ഥലം മാറ്റിയപ്പോൾ വേറെ ഒരു ആസാമിൽ നിന്നുള്ളൊരു ബ്രദറിനെ അച്ഛനെ പഠിച്ചു. ജോസഫ് ആയിണ്ടെന്ന് പറഞ്ഞൊരു അച്ഛനെ അവിടുത്തെ ബിഷപ്പാക്കി. അവരെ പുള്ളി ഒരു കൊച്ചുകുട്ടിയായി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പഠിപ്പിച്ചതാണ്. ഷില്ലോങ് ആസ്പയറായിട്ട് ഹൈസ്കൂളിൽ പഠിപ്പിച്ചതാണ്. നാഗാലാൻഡിലെ ഒരു പ്രൊവിൻഷ്യൽ ബിഷപ്പ് ഉണ്ടാക്കി, ഏബ്രഹാം അലഞ്ഞിമറ്റം. അത് എന്നെക്കായാലും ഒരു 2-3 കൊല്ലം താഴെയായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. എന്നിട്ട് അങ്ങനെ നിയമിച്ചപ്പോഴത്തേക്ക് ഞാൻ പ്രൊവിൻഷ്യലായിരുന്നു. അവിടുത്തെ ഹൈസ്കൂളിൻ്റെ പ്രിൻസിപ്പാലും പിന്നെ ഇടവകയുടെ വ്യാജിയുമാക്കി നിയമിച്ചു കൊഹിമയിൽ. അങ്ങനെ ബിഷപ്പാക്കി. പലരും മെത്രാ പദവിയിലോട്ട് കയറിയിട്ടുണ്ട്. ഈ വൈദിക അല്ലെങ്കിൽ പുരോഹിത വൃത്തിയെക്കുറിച്ച്, ദൈവവിളിയെക്കുറിച്ച്, സന്യാസത്തെക്കുറിച്ചുള്ള അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? ഈ വാർത്താവിനിമയ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിലാണ് അച്ഛൻ എങ്ങനെയും ഇത്ര അകലെയുള്ള ഒരു മേഖലയിലേക്ക് മിഷണറി ആയിട്ട് കടന്നു പോകുന്നത്. ആ കാലഘട്ടങ്ങളിൽ അവിടുത്തെ ഗോത്ര സംസ്കാരം ഒത്തിരിയേറെ വെല്ലുവിളികൾ നിറഞ്ഞതാണ് മിഷണറി ജീവിതം.
ഈ പ്രതിസന്ധികളിലൊക്കെ എങ്ങനെ തരണം ചെയ്തു പോയി, ആ ഓർമ്മകളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാം. അത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇവിടുന്ന് പോയപ്പോൾ തന്നെ മിഷന് പോകുക എന്ന് പറഞ്ഞാൽ ത്യാഗപരമായ ഒരു ജീവിതമാണെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഏത് വന്നാലും അത് ഒരു അസാധാരണമായിട്ട് കരുതിയിട്ടില്ല. സാധാരണമായിട്ട് തന്നെ സ്വീകരിക്കുക. ഭക്ഷണകാര്യത്തിൽ തന്നെ ഞാൻ വളരെ പ്രത്യേകമായിട്ട് ഒരു ശുഷ്കാന്തിയുള്ള ഒരാളാണ്. അതായത് എനിക്ക് എന്നെ പ്രസാദിപ്പിക്കാൻ വീട്ടിൽ വളരെ പ്രയാസമായിരുന്നു. അങ്ങനെ പോയപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞു, ഓ പേടിക്കണ്ട, താമസിയാതെ തന്നെ മതത്തിന് തിരിച്ചു പോരും, അവൻ അവിടുത്തെ ഭക്ഷണമൊന്നും പിടിക്കുകയില്ല എന്ന് പറഞ്ഞതായിരുന്നു. അവിടുത്തെ ഭക്ഷണ രീതികളൊക്കെ അവിടെ പക്ഷേ തമിഴ്നാട്ടിലെ രീതി ആയതുകൊണ്ട് എനിക്ക് പിടുത്തമില്ലായിരുന്നു. ആസാമിൽ പിന്നെ ഭക്ഷണത്തെ പറ്റി എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവിടുത്തെ ഗോത്രങ്ങൾ വിവിധ രീതിയിലുള്ള ഇവിടുത്തെ ഭക്ഷണങ്ങളല്ലല്ലോ കൂടുതൽ. അല്ലല്ല, ഇവിടുത്തെ ഭക്ഷണമൊന്നുമല്ല. അവിടെ എന്നതൊക്കെയാണ് ഇപ്പം ഞാൻ ശരിയായിട്ട് ഓർക്കുന്നില്ല. എന്നാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതല്ലായിരുന്നു. പക്ഷേ അതേപ്പറ്റി അതൊരു പ്രശ്നമായി തീർന്നില്ല. കാരണം എനിക്കൊരു മിഷണറി ആകണമെന്നുള്ള ആ ഏക ചിന്തയിൽ ഇതൊന്നും ഒരു വിഷയമായിട്ട് കരുതിയില്ല. ഈ മിഷൻ മേഖല, മിഷൻ പ്രവർത്തനം അവിടെ ഒരു വെല്ലുവിളി നടന്നതല്ലായിരുന്നു. അതായത് ഏറ്റവും പ്രധാന ചടങ്ങതാ മിഷൻ പ്രവർത്തനത്തിൽ പോവുക. യഥാർത്ഥത്തിൽ അവിടെയുള്ള ഗോത്രക്കാരുടെ വിശ്വാസം എന്തായിരുന്നു? അവർ ഹൈന്ദവരായിരുന്നോ? അവരുടെ വിശ്വാസം എന്തായിരുന്നു? അവിടുത്തെ അവർ പല പല ജാതിക്കാരും പല മതക്കാരുമായിരുന്നു. അവരൊക്കെ നോക്കുകയാണെങ്കിൽ ഏതോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പോലെയാണ്. അപ്പോൾ മിഷണറിമാർ ചെല്ലും, അവർ ഓടി ചെന്ന് കേൾക്കും, പറഞ്ഞ് കേൾക്കുന്ന സാധിക്കാൻ പതിവുണ്ട്. അപ്പോഴേ അതിനായിട്ട് എനിക്ക് തമിഴ്നാട്ടിലായിരുന്നപ്പം തന്നെ ഞങ്ങൾ എല്ലാ വ്യാഴാഴ്ചയോ പറ്റോ നടക്കാൻ പോകും ഗ്രാമങ്ങളിൽ കൂടെ. ഞാൻ ഓർക്കും, ഓ ഇവിടെ മിഷൻ പ്രവർത്തിക്കണമെന്ന് ഉദ്ദേശിച്ചിരിക്കുകയായിരുന്നു. എന്നാലും എനിക്ക് വടക്കേ ഇന്ത്യയിലേക്ക് കിട്ടിയത്. അവിടുത്തെ ഈ മിഷൻ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് വില്ലേജുകളിലേക്കൊക്കെ പോയിക്കൊണ്ട്? വില്ലേജ് പോകുമെന്ന് പറഞ്ഞാൽ അവിടെ സാധാരണമായിട്ട് ഒരു കാറ്റക്കിസ്റ്റ് എന്ന് പറഞ്ഞ ഒരാളെ പോയി സന്ദർശിച്ച്, ഒരു ഗ്രാമം സന്ദർശിച്ച്, അപ്പോൾ അവിടെ എല്ലാവർക്കും ഏറെക്കുറെ അറിയാം മിഷണറിമാരെ പറ്റി. അപ്പോൾ അവർ സന്ദർശിക്കാനായിട്ട് ഓരോന്ന് പറയുന്നത് വെച്ചാൽ അച്ഛനെയും കൊണ്ട് അവിടെ പോവും. അവിടെ ചെന്ന് ആദ്യം ആൾ വന്ന് വർത്തമാനം പറയുക, കേൾക്കുക. പിന്നെ അച്ഛൻ പറയുന്നത് അവരുടെ ഭാഷ അറിയാമെങ്കിൽ അവരുടെ ഭാഷ സംസാരിക്കുക, അതല്ലെങ്കിൽ ഈ കാറ്റക്കിസ്റ്റ് തർജ്ജമ ചെയ്യുക. മുക്കാലരയ്ക്കാൻ ഭാഗവും അവർക്ക് നമ്മളെപ്പറ്റി കുറച്ചൊക്കെ അറിയാം. അപ്പോൾ അവർക്ക് ചിലർക്കൊക്കെ വളരെ സന്തോഷമായി. കാരണം ഞങ്ങൾക്ക് സ്കൂളുണ്ട്, കുട്ടികളെ പഠിപ്പിക്കാനുള്ള പദ്ധതികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ചുമ്മാ ഒരു ചായത്തോട്ടത്തിൻ്റെ ജോലിയാണ്. പിന്നോക്കമായ ജീവിതക്കാരാണ്. ഈ പുതിയ തലമുറ ഈ വൈദികരാകാൻ അല്ലെങ്കിൽ സന്യസ്തരാകാൻ, പ്രത്യേകിച്ചും മിഷൻ മേഖലയിലേക്ക് കടന്നു വരാനൊക്കെ ഏറെ മടി കാട്ടുന്നുണ്ട്. അവരോട് അതിനുള്ള സാഹചര്യം എന്താണ്? അങ്ങനെ കുട്ടികൾ പിന്നോട്ട് പോകാൻ അച്ഛൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ്? അത് യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അത് കുടുംബത്തിൽ തന്നെയാണ്. കുടുംബത്തിൻ്റെ ഏതോ ഉദ്ദേശം മുന്നോട്ട് കാണിക്കുന്നു, ആ ഉദ്ദേശം മക്കളിലും കാണും. പണ്ടത്തെ കാലത്ത് പ്രാർത്ഥന, പള്ളി പോവുക, കൂതാശകൾ, പിന്നെ അച്ഛനെ പറ്റിയുള്ള കാര്യം, അച്ഛൻ നമ്മുടെ കുടുംബ വിസിറ്റിനായിട്ട് അച്ഛന്മാർ വരിക, ഇതൊക്കെയായിരുന്നു. പക്ഷേ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ നേരത്തെ 2-3 ക്ലാസ് മുതലൊക്കെയുള്ള എൻ്റെ മനസ്സിലൊരു ആഗ്രഹം എനിക്കൊരു അച്ഛനാകണമെന്നുള്ള. അതായത് കുടുംബത്തിൻ്റെ ചൈതന്യം അങ്ങനെയാണ്. വേദത്തെ പറ്റിയോ ആത്മീയ കാര്യങ്ങളെ പറ്റിയല്ല, എവിടെയാണ് ഉന്നതി കിട്ടാൻ സാധിക്കുന്നത്, പുരോഗമനം കിട്ടാൻ സാധിക്കുന്നത്, അതേപ്പറ്റിയാണ് സംഭാഷണം. അത് കാരണം കാനഡ, അമേരിക്ക, ഇംഗ്ലണ്ട്, ന്യൂസിലാൻഡ്, ഇതൊക്കെ അവർക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ പണ്ടൊക്കെ ആൺകുട്ടികളായിരുന്നു മിഷന് പോകുന്നതിനെപ്പറ്റി. ഇപ്പം പെൺകുട്ടികളെല്ലാം നേഴ്സുമാരാകാനായിട്ടും അതിനൊക്കെ എല്ലാവരുടെയും മനസ്സങ്ങനെ പോകാനാതെ സഭയെപ്പറ്റിയോ
മിഷനെ പറ്റിയോ ആരും ഒന്നും പറയുന്നില്ല. അങ്ങനെ രാഷ്ട്രീയ പിള്ളേർക്ക് കിട്ടുന്നുമില്ല. ഭൗതികമായ ഒരു നേട്ടത്തെക്കുറിച്ചാണ് അതെ കുട്ടികൾക്ക് മുഴുവൻ കിട്ടുന്ന അറിവ്. അതെ അതുകൊണ്ട് അവരതിനനുസരിച്ച് സ്വപ്നം കാണുന്നു. അതെ അത് തന്നെയാണ് ഞാൻ പഠിപ്പിച്ച 1998 പഠിപ്പിച്ചിരുന്ന ഒരു 12ാം ക്ലാസ്സിലെ 28 പിള്ളേരുണ്ടായിരുന്നു. ആ 28 പിള്ളേരിൽ ഇപ്പം ഉള്ളത് ഒരേ ഒരച്ഛനാണ്. മട്രിക്ക് പാസ്സായി ഇൻ്റർമീഡിയറ്റ് പാസ്സാകാനായിട്ട് എഴുതിക്കൊരുന്നത് എഴുതി അവർ പോയി വീട്ടിൽ പോയി പഠിത്തം കഴിഞ്ഞപ്പോൾ. ഇപ്പോൾ തന്നെ. അപ്പോൾ അങ്ങനെ ആ അച്ഛനെ ഞങ്ങൾ റൂമിൽ വിട്ടു, പഠിച്ച് പാസ്സായി ഇപ്പോൾ വരാറായി നിൽക്കുക. അത് കാരണം ഇപ്പോഴത്തെ കത്തോലിക്ക കുടുംബത്തിൻ്റെ ചൈതന്യം അനുസരിച്ചാണ് പിള്ളേർക്ക് കിട്ടുന്ന ആശയവും ഉദ്ദേശവും. അവർക്കും വിചാരിക്കുന്ന അവർക്കൊന്നും അറിയത്തില്ലെങ്കിലും കാനഡയിൽ പോകുന്നതിനെ പറ്റി കേട്ടിട്ടുണ്ട്, ഇംഗ്ലണ്ടിൽ പോകുന്നതിനെ പറ്റി കേട്ടിട്ടുണ്ട്. പിന്നെ ആരും കേട്ടിട്ടേ ഇല്ല, ആരും പറയുന്നുമില്ല. അച്ഛനിപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷം എവിടെ സർവീസ് ചെയ്യുന്നത്? ഞാൻ അവിടെ 98 ഞാൻ സ്ഥലം മാറ്റി. അങ്ങനെ പ്രൊവിൻഷ്യൽ വന്ന് പറഞ്ഞു അച്ഛന് വയസ്സായതുകൊണ്ട് ഇനി റിട്ടയർമെൻറ്റാണ്. 2 സ്ഥലം പറഞ്ഞു. കൊഹിമ നാഗാലാൻഡ്, മലമ്പ്രദേശം, തണുത്ത കാലാവസ്ഥ, നമുക്ക് സുഖവാസസ്ഥലം പോലെ. 2ാമത് ടിൻസുക്യ, ആസാമിലെ സമുദ്രപ്രദേശം, ചൂടുള്ള സ്ഥലം, പക്ഷേ മിഷൻ സ്ഥലം. ഞാൻ മിഷൻ ടിൻസുക്യ തിരഞ്ഞെടുക്കുന്നു. എന്ന് പറഞ്ഞാൽ ചൂടുള്ള സ്ഥലം, പിന്നെ മിഷനും. അങ്ങോട്ട് ചെന്ന് റിട്ടയർമെൻറ്റാന്ന് പറഞ്ഞു വിട്ടതാണ്. അവിടെ ഞാൻ ചെന്നപ്പോൾ ആദ്യത്തെ കുർബാന ചൊല്ലിയപ്പോൾ കുർബാനയ്ക്ക് വായിക്കാൻ വന്ന കുട്ടി പുസ്തകം എടുത്ത് വായിച്ചു. ആർക്കും ഒന്നും മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, നിന്നെ ആരാ ഇതിനെ പഠിപ്പിച്ചത്? ആരും പഠിപ്പിച്ചില്ല. 2 അച്ഛന്മാരേ ഉള്ളൂ, അവർക്കാരും അത് സമയമില്ല. അന്ന് മുതൽ ആ കുട്ടികൾ കുർബാനയ്ക്ക് വായിക്കുന്നതെല്ലാം ഞാൻ പരിശീലിപ്പിക്കാൻ തുടങ്ങി. അത് പള്ളി കയറി പള്ളി മറ്റേ പിള്ളേർ സാഹിത്യ സ്ഥലത്തോട് ചെന്ന് നോക്കി. അപ്പോൾ 4-5 പിള്ളേരെ കിടക്കയൊക്കെ കിടക്കും. അപ്പോൾ എന്നാ അസുഖമായിട്ട്. അപ്പോൾ അവിടെ അടിച്ചുകൊണ്ടിരുന്ന ആ പെൺകുട്ടി പറഞ്ഞു, ഇവരെ അവരുടെ വീട്ടിൽ നിന്ന് ഒന്ന് കൊണ്ടുപോയിക്കോളും, ഇവിടെ മരുന്നൊന്നുമില്ല. എന്നാ ഞാൻ ചോദിച്ചു, ഞാൻ സുഖക്കേട്. ഇപ്പം എൻ്റെ ഉണ്ടായിരുന്ന മരുന്നുകൾ കൊടുത്ത് അവരെ സുഖപ്പെടുത്തി. അന്ന് മുതൽ ഞാൻ ആ പിള്ളേരുടെ ആരോഗ്യകാര്യത്തെപ്പറ്റി ചിന്തിച്ച് അവർക്ക് വേണ്ട മരുന്നുകൾ വാങ്ങിക്കുകയും എൻ്റെ സിസ്റ്റർ സോഫിയയും കൂട്ടുകാരും കൂടെ ഞാൻ പറഞ്ഞ സുഖത്തിനെല്ലാം എതിർത്തായിട്ട് ഈ മരുന്ന് ഇരുമെന്ന് സൂചിപ്പിച്ച് എനിക്ക് തന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ പിള്ളേരെ നോക്കുന്നുണ്ട്. അന്ന് ഇടവകയിൽ ബോർഡിങ്ങിലും സ്കൂളിലും ടിൻസുക്കയിൽ. അത് കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ മിഷനിൽ പോയി. മിഷനിൽ പോയപ്പോഴേ അന്ന് മുതൽ ഞാൻ വൈകുന്നേരം മിഷനിൽ പോകാൻ തുടങ്ങി. പിന്നെ അന്നേരം കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ഹിന്ദി ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുക കുർബാന ചെല്ലാനായിട്ട്. അന്നേരം ഞാൻ ഇവർക്ക് സംസാരിപ്പിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി വിശ്വാസത്തെപ്പറ്റി അധികമൊന്നും അറിയത്തില്ല. ബൈബിൾ പോലും കാണിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാക്കും. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ അച്ഛനോട് ഇതേപ്പറ്റി പറഞ്ഞു. അങ്ങനെ അതിന് വേണ്ട പണം അയച്ചു തന്നു. ഉടനെ പ്രൊജക്ടറും വാങ്ങിച്ചു, ഫിലിം വാങ്ങിച്ചു. എന്ന് കുർബാന കഴിഞ്ഞ് എല്ലായിടത്തും ബൈബിൾ ഫിലിം കാണിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ മിഷൻ പ്രവർത്തനത്തിൽ ഞാൻ പ്രവേശിച്ചു. അത് പിന്നെ ശനിയാഴ്ചകളിൽ വൈകുന്നേരം ബോർഡിങ് പിള്ളേർക്കും കാണിച്ചു കൊടുത്തു. അവർക്കും ഒരു പഠനമായി. ശരിക്കും റിട്ടയർമെൻറ്റ് ലൈഫിലാണ് ഏറ്റവും കൂടുതൽ മിഷൻ പ്രവർത്തനം ചെയ്തത്. അതെ. അതായത് പിന്നെ നോക്കി പിള്ളേർ കളിക്കാനുള്ള കളിപ്പുകൾ ഒന്നുമില്ല. അപ്പോൾ അതിനെ ഞാൻ പലരോടും ചോദിച്ചു, ഇവർക്ക് പഠിക്കാനൊന്നുമില്ലല്ലോ. ഉടനെ പല അച്ഛന്മാരും പണസഹായം തന്നു. ഉടനെ അവർക്ക് വേണ്ടി പന്തുകൾ വാങ്ങിച്ചു കൊടുത്തു. അവരെ പഠിക്കാൻ തുടങ്ങി. പിന്നെ നോക്കിയും ഞാൻ നേരത്തെ അച്ഛന്മാർ മറ്റേ വൈദ്യ വിദ്യാർത്ഥികളോട് കൂടി ഒരു പുസ്തകം ഉണ്ടാക്കിയത് അവരെ കൊണ്ട് എഴുതിപ്പിച്ചതാണ്. ഉച്ചാരണ വിദ്യ എങ്ങനെ വായിക്കാനാണ്. അത്
ഡോൺ ബോസ്കോ ഷില്ലോങ്ങിലുണ്ട്. ഞാൻ അവിടെ ചെന്ന് ഒരു 100 കോപ്പി വാങ്ങിച്ച് എന്നും വൈകുന്നേരം കുടി കഴിഞ്ഞ് ഹാളിൽ സമ്മാനിച്ച് അവരെ കൊണ്ട് ഈ പുറത്തിരുന്ന് വായിപ്പിക്കും. മയക്ക് വെച്ച് വായിച്ചു. അങ്ങനെ അവരെ നന്നായിട്ട് വായിക്കാനും ഉച്ചരിക്കാനും പഠിപ്പിച്ചു. പിന്നെ അത് അവരുടെ ഭാഷയിലോ അതോ നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയിൽ. പിന്നെ എനിക്ക് ഇച്ചിരി സമയത്ത് മ്യൂസിക്കൊക്കെ അറിയാമായിരുന്നു. പിന്നെ എന്നും വൈകുന്നേരം അവർക്ക് ഒരു അരമണിക്കൂർ നേരം പാട്ട് പഠിപ്പിച്ചു. അങ്ങനെ ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കേട്ടറിഞ്ഞാണ് ഒരു അച്ഛൻ വന്നു. 1 മാസം ആയപ്പോഴത്തേക്ക് എൻ്റെ മുറിയുടെ കാതിൽ വന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ വന്ന ഒരു പ്രത്യേക കാരണത്തിലാണ്. എന്നതാ? ഞങ്ങൾ കേട്ടു അച്ഛൻ ഇവിടെ റിട്ടയർമെൻറ്റായി വന്നിട്ട് റിട്ടയർമെൻ്റ് ആയില്ല, എല്ലാ കാര്യത്തിലും പ്രവേശിച്ചു. അതിന് ഇനി അച്ഛൻ ഇതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി പിന്നെ അച്ഛൻ ചെയ്യേണ്ടത് ചെയ്തു, ഇനി ഇരുന്ന് സൂചിച്ചോണ്ടാൽ മതി. ഞാൻ പറഞ്ഞു, ഞാൻ ഇരുന്നാലേ എത്ര സമയം ഇരിക്കും? കിടക്ക ഇവിടെ കിടക്കുന്നു, ഞാൻ കയറി കിടക്കുകയല്ലേ? കയറി കിടന്നാലേക്കുമോ? ഇല്ല. നീ തന്നെയാണെങ്കിൽ സോക്കർക്കാരനാണ് പറഞ്ഞ് പ്രൊഫഷണൽ ഹൗസിൽ ഇരിക്കുകയാണ്, പോയി വല്ലതും കണ്ടുപിടിക്കുക, ചെയ്യുക, നിൻ്റെ ആരോഗ്യം തിരിച്ചു വിടും. കർമ്മനിരതനായിരിക്കും. അതെ. ഞാൻ പറഞ്ഞു, നീ പോയി അവിടെ 13 ഗ്രാമങ്ങളുണ്ട്, പോയി നോക്ക് അവർക്ക് വേണ്ടി എന്നാ ചെയ്യാമെന്ന്. അവർ അത് കണ്ടുകൊണ്ട് പറഞ്ഞു, അവർക്കൊരു സ്കൂൾ വേണം. ഇതറിഞ്ഞുകൊണ്ട് വ്യത്യാസം കൂടെ അങ്ങനെ 13 സ്കൂളുകൾ സ്ഥാപിച്ചു. അങ്ങനെ സോക്കേടും പോയി. ആ, ആൾ പോയത്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഇതൊക്കെ മനസ്സ് വെച്ചുകൊണ്ടാണ് സ്വന്തം വിദ്യാഭ്യാസമില്ല അതും ചെയ്തുകൊണ്ടിരിക്കുന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഞാൻ ശനിയാഴ്ച തോറും ഫിലിം കാണിക്കുന്നുണ്ട്. ഇപ്പം ഒരു മാസമായിട്ട് പരീക്ഷയൊക്കെ ആയതുകൊണ്ട് ഈ എലക്യൂഷൻ പ്രാക്ടീസ് ചെയ്ത്, അതായത് ഉച്ചാരണം ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. തിരിച്ചെന്ത് ചെയ്യാനും ഇപ്പം തിരിച്ചെന്ന് ഞാൻ ആരംഭിക്കും ഇതൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം കളിയെല്ലാം കഴിയുമ്പം പിള്ളേർക്ക് മരുന്ന് വെക്കാനായിട്ടൊരു അലമേരയ്ക്കകത്ത് ഈ മരുന്നുകളെല്ലാം വെച്ച് ഞാനവിടെ പോയിരിക്കും. അവരും വരും, സുക്കർ അനുസരിച്ച് മരുന്ന് എടുത്ത് കൊടുക്കും. അതിപ്പോഴും ഉണ്ട്. ചെറിയ പാട്ട് പാടാമോ? അപ്പോൾ പിള്ളേരെ പഠിപ്പിച്ച ഒരു ചെറിയ പാട്ട്. Good night to you all and sweet Piggery. May silence surround you, your slumber begin. Good night, good night, good night, good night. പിന്നെ welcome, welcome every guest. Welcome to our music fest. Music is a pleasant cheer. Fills both soul and love is dear. Sacred 90, just thy more. Sacred note to be explored. Softly fill the evening air to complete our concert fair. ഒരു മിഷണറി വൈദികനാകണം എന്ന തീക്ഷ്ണമായി കുഞ്ഞു പ്രായത്തിൽ തന്നെ ആഗ്രഹിച്ച് വീട്ടിൽ നിന്ന് അനുവാദം കിട്ടാതെ ആയപ്പോൾ ആദ്യം ഒളിച്ചുപോയി വൈദികനാകാൻ ആഗ്രഹിച്ച, അതിനുശേഷം തിരിച്ച് വീട്ടിൽ വന്ന് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അനുവാദത്തോടുകൂടി മിഷണറി വൈദികനായി ഏതാണ്ട് 80 വർഷക്കാലം സലേഷ്യൻ മിഷണറിയായി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സേവനം ചെയ്ത ഏറ്റവും ബഹുമാനപ്പെട്ട മാത്യു പുളിങ്ങാത്തിലച്ഛനോട് ഒപ്പമായിരുന്നു നമ്മൾ. അച്ഛൻ അദ്ദേഹത്തിൻ്റെ മിഷൻ അനുഭവങ്ങൾ, ഒപ്പം ഈ കാലഘട്ടം ദൈവവിളിക്ക് നേരിടുന്ന വെല്ലുവിളികൾ, നമ്മുടെ കുടുംബങ്ങളിലെ ചർച്ചകൾ, സാഹചര്യങ്ങളൊക്കെ വെല്ലുവിളി എങ്ങനെ തടസ്സപ്പെടുത്തുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ ഷെക്കന ന്യൂസുമായി പങ്കുവച്ചു. അച്ഛൻ്റെ ഈ ഹൃദ്യമായ സഹകരണത്തിന് ഏറെ നന്ദി. ഇത്രയും നേരം ഷെക്കന ന്യൂസിനോട് സംസാരിച്ച ബഹുമാനപ്പെട്ട അച്ഛനെ ഏറെ നന്ദിയോടെ ഷെക്കന ന്യൂസിന് വേണ്ടി സ്മരിക്കുന്നു. താങ്ക് യു.